കോഡെക്സ് ജിഗാസ് 13-ാം നൂറ്റാണ്ടിൽ ബൊഹീമിയയിലാണ് ഈ ഒരു പുസ്തകം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കോഡെക്സ് ജിഗാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദ ജിയന്റ് ബുക്ക്, ഒരു വലിയ പുസ്തകം എന്നാണെങ്കിലും ആ ഒരു പുസ്തകത്തെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്, ദ ഡെവിൾസ് ബൈബിൾ, ചെകുത്താൻ്റെ ബൈബിൾ എന്ന പേരിൽ. 160ഓളം മൃഗങ്ങളുടെ തൊലികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു ഗ്രന്ഥത്തിന് 9 ഇഞ്ച് കനവും 36 ഇഞ്ച് നീളവുമാണുള്ളത്. ഇതിൻ്റെ വലുപ്പത്തേക്കാൾ ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ടത് ഈ ഒരു കൂറ്റൻ പുസ്തകം നിർമ്മിക്കപ്പെട്ടത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് എന്ന ഐതിഹ്യമറിഞ്ഞാണ്. സാത്താൻ്റെ ചിത്രമടങ്ങുന്ന ഈ ഒരു പുസ്തകം വേദപുസ്തകത്തിൽ പറയുന്ന പഴയ നിയമങ്ങളിൽ തുടങ്ങി പുതിയ നിയമങ്ങളിൽ അവസാനിക്കുന്നു. പ്രാണികളുടെ കൂടുകൾ ചതച്ചെടുത്ത മഷിയാണ് ഈ ഒരു പുസ്തകത്തിൽ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 74 കിലോയോളം ഭാരം വരുന്ന ഈ ഒരു പുസ്തകം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും ഒരുപാട് പേർ വിശ്വസിക്കുന്നത് ഒരിക്കൽ തടവിലടയ്ക്കപ്പെട്ട ഒരു സന്യാസി സാത്താൻ്റെ സഹായത്തോടുകൂടി ഒരു രാത്രി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഒരു പുസ്തകം എന്നാണ്. പാലിയോഗ്രാഫറായ മൈക്കിൾ ഗള്ളിക് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലൂടെ ഈ ഒരു പുസ്തകത്തിൻ്റെ കൈപ്പട നിരീക്ഷിക്കുമ്പോൾ ഒരാൾ തന്നെയാണ് ഈ ഒരു പുസ്തകം എഴുതിയത് എന്നാണ്. അതായത് ഇതുപോലൊരു പുസ്തകം ഇനി ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ ഏതാണ്ട് 5 വർഷം തുടർച്ചയായി എഴുതിയാൽ മാത്രമേ ഇങ്ങനൊരു പുസ്തകം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഈ ഒരു പുസ്തകം നാഷണൽ ലൈബ്രറി ഓഫ് സ്വീഡനിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു.